ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ്ങിൻ്റെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുവൈറ്റിലുണ്ടായ അഗ്നിബാധയിൽ അകാലത്തിൽ ജീവൻ പൊലിഞ്ഞ പ്രിയ സഹോദരങ്ങളുടെ സ്മരണയിൽ മലങ്കര സഭ. ദുരന്തത്തിൽ മരിച്ചവർക്കായി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പള്ളികളിൽ ഞായറാഴ്ച കുർബാനയ്ക്കിടെ പ്രത്യേക പ്രാർത്ഥനകളും മലങ്കര സഭയുടെ വിവിധ ഭദ്രാസനങ്ങളുടെയും ദേവാലയങ്ങളുടെയും ആധ്യാത്മിക സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ അനുശോചന യോഗങ്ങളും നടത്തപ്പെട്ടു. യോഗങ്ങളിൽ അഭിമന്യ പിതാക്കന്മാരും വൈദിക ശ്രേഷ്ഠരും അൽമായ പ്രമുഖരും രാഷ്ട്രീയ സാമുദായിക പ്രവർത്തകരും അനുശോചന സന്ദേശം നൽകി. കുവൈറ്റിലെ തീപിടുത്തത്തിൽ അകപ്പെട്ട് ജീവൻ പൊലിഞ്ഞവരുടെ ഭവനങ്ങളിൽ മലങ്കര സഭയുടെ അഭിമന്യ പിതാക്കന്മാരും സ്ഥാനികളും സന്ദർശനം നടത്തുകയും പരേതർക്കും കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും പരിശുദ്ധ സഭയുടെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു. മരണപ്പെട്ട പ്രിയ സഹോദരങ്ങളും സഭാംഗങ്ങളുമായ യോർദാൻപുരം മാർ ഗ്രിഗോറിയോസ് പള്ളി ഇടവാംഗം ശ്രീ മാത്യു തോമസ്, മേപ്രാൽ സെന്റ് ജോൺസ് പള്ളി ഇടവാംഗം ശ്രീ തോമസ് ഉമ്മൻ എന്നിവരുടെ സംസ്കാര ശുശ്രൂഷ സംബന്ധിച്ച് പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി അതാത് ദേവാലയങ്ങളിലെ ബഹുമാനപ്പെട്ട വികാരിമാരുമായി കൂടിയാലോചിച്ച് അഭിമന്യ പിതാക്കന്മാരുടെ കാർമ്മികത്വത്തിൽ ശുശ്രൂഷകൾ പൂർത്തീകരിക്കുവാൻ വേണ്ടുന്ന ക്രമീകരണങ്ങൾ നടത്തുകയുണ്ടായി. പരിശുദ്ധ സഭയുടെ എല്ലാവിധ പിന്തുണയും കുടുംബങ്ങളെ അറിയിച്ചു. പരിക്കേറ്റ് കുവൈറ്റിലെ അദാൻ ആശുപത്രിയിൽ കഴിയുന്നവരെ കുവൈറ്റ് അഹമ്മദി പഴയപള്ളി വികാരി ഫാദർ സുബിൻ ഡാനിയലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിക്കുകയും അതോടൊപ്പം ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറിയുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു. പ്രിയ സഹോദരങ്ങളുടെ വേർപാടിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളിയുടെ കുരിശടികൾ, പാരിഷ് ഹാൾ, പാഴ്സനേജ് എന്നിവയ്ക്ക് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പോലീസ് പ്രൊട്ടക്ഷൻ അനുവദിച്ചു. ചാലിശ്ശേരി പള്ളിയോട് തൊട്ടുചേർന്ന് തദ്ദേശ വകുപ്പിൽ നിന്ന് രാഷ്ട്രീയ സ്വാധീനം വെച്ച് ഹൈക്കോടതി വിധിക്കെതിരായി നിയമവിരുദ്ധമായി ദേവാലയം സ്ഥാപിച്ച് പള്ളിയുടെ കുരിശടികളും പാരിഷ് ഹാളും മറ്റും നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെ പ്രവർത്തനം നടത്തുകയായിരുന്നു വിഘടിത യാക്കോബായ വിഭാഗം. ഭരണകക്ഷിയുടെ നിർലോഭ സഹകരണം മൂലം പോലീസ് നടപടികൾ സ്വീകരിക്കുവാൻ മടിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിക്കുകയും പള്ളിക്കും അനുബന്ധ സ്ഥാപനങ്ങൾക്കും സംരക്ഷണ ഉത്തരവ് നൽകുകയും ഉണ്ടായത്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കാതോലിക്കേറ്റ് ആൻഡ് MD സ്കൂൾസ് കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന തിരുവല്ല MGM LP സ്കൂളിൻ്റെ നവീകരിച്ച കെട്ടിടത്തിൻ്റെ കൂദാശകർമ്മവും പുതുശ്ശേരി MGD ഹൈസ്കൂളിനു വേണ്ടി വാങ്ങിയ സ്കൂൾ ബസിൻ്റെ കൂദാശകർമ്മവും കാതോലിക്കേറ്റ് ആൻഡ് MD സ്കൂൾസ് കോർപ്പറേറ്റ് മാനേജർ അഭിമന്യ ഡോക്ടർ ഗബ്രിയൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനി നിർവഹിച്ചു. ലോക രക്തദാന ദിനത്തിൽ ദുബായ് ഗവൺമെൻറ് ബ്ലഡ് ഡൊണേഷൻ സെൻ്ററിൻ്റെ പ്രശംസാപത്രം ദുബായ് സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രലിന് ലഭിച്ചു. ദുബായ് സെന്റ് തോമസ് യുവജന പ്രസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ 40 വർഷത്തിലേറെയായി ദുബായ് കത്തീഡ്രലിൽ പ്രതിവർഷവും രക്തദാന ക്യാമ്പുകളിലൂടെ കൂടുതൽ പേരെ രക്തദാനത്തിന് പ്രേരിപ്പിക്കുകയും ദുബായ് ബ്ലഡ് ഡൊണേഷൻ സെൻ്ററിൻ്റെ ആവശ്യഘട്ടങ്ങളിൽ രക്തദാതാക്കളെ എത്തിച്ചു നൽകുകയും ചെയ്യുന്ന മികവാർന്ന പ്രവർത്തനം പരിഗണിച്ചാണ് ദുബായ് സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രലിനെ ലോക രക്തദാന ദിനത്തിൽ ദുബായ് ഗവൺമെൻറ്റിൻ്റെ ബ്ലഡ് ഡൊണേഷൻ സെൻ്റർ ആദരിച്ചത്. എത്യോപ്യൻ കോപ്റ്റിക് ഓർത്തഡോക്സ് സഭകളുടെ 13 അംഗ പ്രതിനിധി സംഘം മലങ്കര സഭയുടെ വിവിധ ദേവാലയങ്ങളിൽ സന്ദർശനം തുടരുന്നു. എത്യോപ്യൻ കോപ്റ്റിക് ഓർത്തഡോക്സ് സഭാംഗങ്ങൾ മാക്കാംകുന്ന് സെന്റ് സ്റ്റീഫൻസ് കത്തീഡ്രൽ, പാമ്പാടി മാർ കുര്യാക്കോസ് ദേറ, പരുമല സെമിനാരി, സഭയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണ വിഭാഗമായ MOC പബ്ലിക്കേഷൻസ്, പരുമല ഔട്ട്ലെറ്റ് തുടങ്ങിയവ സന്ദർശിച്ചു. പരിശുദ്ധ സഭ സ്ലീഹാ നോമ്പിലൂടെ കടന്നുപോകുന്നു. അപ്പോസ്തോലന്മാരെ അനുസ്മരിച്ചുകൊണ്ടുള്ള സഭയുടെ കാനോനിക നോമ്പുകളിൽ ഒന്നാണ് സ്ലീഹാ നോമ്പ് അഥവാ 13 നോമ്പ്. എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് ക്രിസ്തു പറഞ്ഞപ്പോൾ സകലവും ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ച പന്തിരുവരുടെ ഓർമ്മയുടെ ദിനങ്ങളാണ് നാം ആചരിക്കുന്നത്. വിശുദ്ധ നോമ്പിൽ എല്ലാ ദിവസവും പരിശുദ്ധ സ്ലീഹന്മാരിൽ മധ്യസ്ഥപ്പെട്ടുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തു വരുന്നു. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ വടക്കേ പടിപ്പുരയുടെ കൂദാശ ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കോർപ്പിസ്കോപ്പ ഫാദർ ജോസഫ് തോലത്ത്, വികാരി ഫാദർ ഐസക് ജോൺ, സഹവികാരി ഫാദർ ആന്റണി പൗലോസ്, ട്രസ്റ്റി സന്തോഷ് CJ, സെക്രട്ടറി സലിൻ C. സൈമൺ,
മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിലും കുന്നംകുളം ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിമന്യ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിലും നടത്തപ്പെട്ടു. പഴമ ഒട്ടും നഷ്ടം വരാത്ത രീതിയിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. പഴഞ്ഞി കത്തീഡ്രൽ ഇടവക അംഗമായ ശ്രീ PC സൈമൺ, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളായ കുഞ്ഞാറം ചുമ്മാർ, PM ചുമ്മാർ, പ്രിയ സഹധർമ്മിണി എലീസ സൈമൺ എന്നിവരുടെ പാവനസ്മരണയ്ക്കായുമാണ് ഇടവകയ്ക്ക് ഈ പടിപ്പുര നിർമ്മിച്ചു നൽകിയത്. കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിലെ നിയുക്ത MP ശ്രീ ഫ്രാൻസിസ് ജോർജും ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലെ നിയുക്ത MP ശ്രീ KC വേണുഗോപാലും ദേവലോകം അരമനയിൽ പരിശുദ്ധ കാതോലിക്ക ബാവായെ സന്ദർശിച്ചു. കോട്ടയം ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയിൽ പുതിയ അധ്യയന വർഷാരംഭത്തോടനുബന്ധിച്ച് നടത്തപ്പെട്ട വിശുദ്ധ കുർബാനയ്ക്കും കൂദാശയ്ക്കും സെമിനാരി വൈസ് പ്രസിഡന്റ് അഭിമന്യ ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസ് മെത്രാപ്പൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മരണപ്പെട്ട ജോബിയുടെ കുടുംബത്തിനൊപ്പം മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയും. ഇടതിട്ടയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട പുതുപ്പറമ്പ് വീട്ടിൽ ജോബി മാത്യുവിൻ്റെ ഭവനം ഓർത്തഡോക്സ് സഭ തുമ്പമൺ ഭദ്രാസനാധിപൻ അഭിമന്യ ഡോക്ടർ എബ്രഹാം മാർ സെറാഫിം മെത്രാപ്പൊലീത്ത സന്ദർശിച്ചു. കുടുംബാംഗങ്ങളോട് സഭയുടെ എല്ലാ പിന്തുണയും അറിയിച്ചു. നിലവിൽ അന്വേഷണം തൃപ്തികരമായ നിലയിലാണ് മുന്നോട്ടു പോകുന്നതെന്നും യഥാർത്ഥ പ്രതികളെ ഉടൻ പിടികൂടുമെന്നുമാണ് അദ്ദേഹം വിശ്വസിക്കുന്നതെന്നും പറഞ്ഞു. ഈ സംഭവം ഉണ്ടായ സമയം മുതൽ ഈ വിഷയത്തിലെ ദുരൂഹത അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഓർത്തഡോക്സ് സഭ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നുവെന്നും ഇനിയും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെയെന്നും അഭിമന്യ തിരുമേനി പറഞ്ഞു. ഭദ്രാസന സെക്രട്ടറി വെരി റവറൻ ജോൺസൺ കല്ലിട്ടതിൽ കോറപ്പിസ്കോപ്പ, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഫാദർ ജിജി സാമുവേൽ, ഫാദർ ബിജു മാത്യു, അനിൽ ടൈറ്റസ്, KV ജേക്കബ്, കൗൺസിൽ അംഗങ്ങളായ ഫാദർ ബിജു തോമസ്, ഫാദർ ബിജു മാത്യു, ഐവാൻ വകയാർ, അനി കിഴക്കുപുറം, പ്രൊഫസർ ജോർജ് വർഗീസ് കൊപ്പാറ, ഫാദർ ഷിജു തോമസ്, യുവജന പ്രസ്ഥാനം ഭദ്രാസന ജനറൽ സെക്രട്ടറി രഞ്ജു MJ, സക്കറിയ വർഗീസ് തുടങ്ങിയവർ തിരുമേനിയോടൊപ്പം ഉണ്ടായിരുന്നു. അടൂർ തപോവൻ പബ്ലിക് സ്കൂൾ ആൻഡ് ജൂനിയർ കോളേജ് വൈസ് പ്രിൻസിപ്പലായി ചുമതലയേറ്റ ഫാദർ ജെറിൻ ജോണിനും സിൽവർ സോൺ ഒളിമ്പ്യാഡ് ഫൗണ്ടേഷനിൽ നിന്നും ബെസ്റ്റ് എഡ്യൂക്കേഷനിസ്റ്റ് അവാർഡ് 2023-24 അർഹനായ കൽക്കട്ട ഭദ്രാസന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എഡ്യൂക്കേഷണൽ ഓഫീസറുമായ വന്യ റജി C വർഗീസ് അച്ഛനും ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പൂവച്ചൽ ഖാദർ പുരസ്കാരത്തിൽ മികച്ച നവാഗത ഛായാഗ്രാഹകനുള്ള പുരസ്കാരം ലഭിച്ച ശ്രീ ഹാരിസൺ ലൂക്കിനും ആലുവ UC കോളേജ് ഏർപ്പെടുത്തിയ സെൻറ്റിനറി അവാർഡ് ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അവാർഡ് കരസ്ഥമാക്കിയ ഡോക്ടർ ടിജു തോമസ് IRSനും തവളപ്പാറ സെൻറ് തോമസ് കോളേജിൻ്റെ പുതിയ പ്രിൻസിപ്പലായി ചുമതലയേറ്റ പ്രൊഫസർ ജോൺ M ജോർജിനും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിംഗ് അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. ഇതോടെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.